ഈ കാലഘട്ടത്തിൽ നമ്മൾ യേശുവിൻ്റെ ജനനത്തിനു വേണ്ടി വളരെ ദാഹിച്ച് വ്യത്യസ്തമായ രീതികളിൽ പ്രാർത്ഥിച്ച് ഒരുങ്ങുന്നവരാണ്. എന്നാണ് യേശുവിൻ്റെ ജനനം? എന്നാണ്? ഡിസംബർ 25. ആ ഡിസംബർ 25 വേണ്ടി ഒരുങ്ങുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് തിരുവചനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മളിപ്പോൾ ധ്യാനിക്കാൻ പോകുന്നത്. അത് നമ്മൾ പഠിക്കുന്നത് അപ്പസ്തോല പ്രവർത്തനം, ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽസ്, അപ്പസ്തോല പ്രവർത്തനം 7-ാം അധ്യായം 54 മുതലുള്ള വചനത്തിലൂടെയാണ്. അപ്പസ്തോല പ്രവർത്തനം 7-ാം അധ്യായം 54 മുതലുള്ള വചനത്തിലാണ്. ഈ വചനം നമുക്കൊന്ന് കേൾക്കാം. അതിനുശേഷം ഈ വചനത്തിലൂടെ കർത്താവ് ചില കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ ഹെഡിങ് ഇങ്ങനെയാണ്: സ്തെഫാനോസിനെ വധിക്കുന്നു. അവർ ഇത് കേട്ടപ്പോൾ അവൻ്റെ നേരെ കോപാക്രാന്തരായി പല്ലുകടിച്ചു. എന്നാൽ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തിൻ്റെ മഹത്വം ദർശിച്ചു. ദൈവത്തിൻ്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. അവൻ പറഞ്ഞു, ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു. അവർ ഉച്ചത്തിൽ ആക്രോശിച്ചുകൊണ്ട് ചെവി പൊത്തുകയും അവൻ്റെ നേരെ ഒന്നാകെ പാഞ്ഞടുക്കുകയും ചെയ്തു. അവർ അവനെ നഗരത്തിന് പുറത്താക്കി കല്ലെറിഞ്ഞു. സാക്ഷികൾ തങ്ങളുടെ വസ്ത്രങ്ങൾ സാവൂൾ എന്ന ഒരു യുവാവിൻ്റെ കാൽക്കൽ അഴിച്ചു വെച്ചു. അനന്തരം അവർ സ്തെഫാനോസിനെ കല്ലെറിഞ്ഞു. അപ്പോൾ അവൻ പ്രാർത്ഥിച്ചു, കർത്താവായ ദൈവമേ, എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ. അവൻ മുട്ടുകുത്തി വലിയ സ്വരത്തിൽ അപേക്ഷിച്ചു, കർത്താവേ, ഈ പാപം അവരുടെ മേൽ ആരോപിക്കരുത്. ഇത് പറഞ്ഞ് അവൻ മരണനിദ്ര പ്രാപിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യൻ്റെ ഒരു മരണരംഗമാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. കത്തോലിക്ക സഭയിലെ ആദ്യത്തെ രക്തസാക്ഷി ആരാണ്? ഇപ്പൊ വായിച്ചു, സ്തെഫാനോസ്, സ്റ്റീഫൻ. പറഞ്ഞേ, സ്റ്റീഫൻ. സ്റ്റീഫന്റെ രക്തസാക്ഷിത്വമാണ് നമ്മളിപ്പോൾ വായിച്ചത്. ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 7 വേഴ്സ് 54 ഓൺവേഴ്സ്. അപ്പസ്തോല പ്രവർത്തനം 7-ാം അധ്യായം 54 മുതലുള്ള വചനം. ഇവിടെ ഇരിക്കുന്ന ചിലർ എന്നെ ഇങ്ങനെ നോക്കുന്ന എന്നാന്നറിയോ? അച്ചോ, ക്രിസ്മസിൻ്റെ ഒരുക്ക കാലഘട്ടത്തിൽ ഈ സ്തെഫാനോസിൻ്റെ മരണവും യേശുവിൻ്റെ ജനനവും തമ്മിൽ എന്ത് ബന്ധം? എന്തെങ്കിലും ബന്ധമുണ്ടോ? ക്രിസ്മസിൻ്റെ ഒരുക്ക കാലഘട്ടം, നക്ഷത്രങ്ങൾ തൂക്കുന്ന സമയം, ആഘോഷങ്ങളുടെ സമയം അല്ലേ? അത്രമേൽ ലോകം മുഴുവൻ ആഘോഷിക്കുന്ന സമയമല്ലേ? ഈ സമയത്ത് എന്തിനാച്ചോ ഈ സ്തെഫാനോസിൻ്റെ മരണത്തെക്കുറിച്ച് ധ്യാനിക്കുന്നത്? ഇങ്ങോട്ട് നോക്കിക്കേ. സ്തെഫാനോസിനെ കത്തോലിക്ക സഭ വിശുദ്ധനായി ആഘോഷിക്കുന്ന ദിവസം അതേതാണെന്നറിയാവോ? എന്നാ? ഡിസംബർ മാസം 26-ാം തീയതി. ഡിസംബർ മാസം 26-ാം തീയതി. ഡിസംബർ മാസം ദിവസം പറ. 26. ഈ 25, 26 തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇന്നത്തെ വചനം പഠിപ്പിക്കുന്നത് ബന്ധമുണ്ട് എന്നുള്ളതാണ്. 25 വേണ്ടി അത്രമേൽ ഒരുങ്ങുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, നീ ഒരു കാര്യം ഓർക്കണം. 26-ാം തീയതിയെ നീ മറക്കരുത്. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, 25 ഓർക്കുമ്പോൾ 26 മറക്കരുത്. പറഞ്ഞു കൊടുത്തേ. 25 ഓർക്കുമ്പോൾ 26 മറക്കരുത്. ഹല്ലേലൂയ. 25th ഡിസംബർ 25th നീ ഓർക്കുമ്പോൾ, അതിനുവേണ്ടി ഒരുങ്ങുമ്പോൾ, ദ നെക്സ്റ്റ് ഡേ 26 നീ മറക്കരുത്. കാരണം അന്ന് കത്തോലിക്ക തിരുസഭ ഒരു വ്യക്തിയുടെ മരണം, അത്രമേൽ ദാരുണമായി കൊല്ലപ്പെട്ട ദിനം, തിരുസഭ അത് വിശുദ്ധമായി ആഘോഷിക്കുന്ന ദിവസമാണ്. വിശുദ്ധമായി ആചരിക്കാൻ ദൈവജനത്തെ ആഹ്വാനം ചെയ്ത ദിവസമാണ്. തിരുസഭ ഇത് വെറുതെയല്ല നമ്മുടെ കയ്യിൽ ഈ ദിവസം തന്നിരിക്കുന്നത്. അത് നമ്മൾ പഠിക്കണം. യേശുവിൻ്റെ
ജനനം നമ്മൾ ആഘോഷിക്കുമ്പോൾ തന്നെ ഓർക്കേണ്ട ഒരു കാര്യം, ജനനത്തിൽ അവസാനിക്കുന്നില്ല, മറിച്ച് ആ ജനനം ചെന്ന് ചേരുന്നത് എങ്ങോട്ടേക്കാ? കുരിശു മരണത്തിലേക്കാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ ജനനം ചെന്ന് ചേരുന്നത് കുരിശു മരണത്തിലേക്കാണ്. വിശുദ്ധ സ്റ്റീഫന്റെ ജീവിതം ഇന്ന് നമ്മൾ ധ്യാനിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും പറഞ്ഞു വെക്കുന്നൊരു കാര്യം, ദേ ആരംഭത്തിൽ മാത്രം അവസാനിക്കേണ്ടതല്ല, മറിച്ച് ആരംഭത്തിൻ്റെ ആഘോഷം കടന്ന് അത് നിന്റെ ജീവിതത്തിൽ പ്രായോഗിക തലത്തിൽ നീ തിരിച്ചറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. ആരംഭം എപ്പോഴും ആഘോഷമാണ്. പറഞ്ഞേ, ആരംഭം എപ്പോഴും ആഘോഷമാണ്. എന്നാൽ അതാണോ യാഥാർത്ഥ്യം? അല്ല. കല്യാണം അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, നിങ്ങളുടെ വിവാഹ ജീവിതം എന്നെ ആഘോഷമായിരുന്നു. എന്താഘോഷമായിരുന്നു! നാട്ടുകാരും വീട്ടുകാരും എല്ലാം ഒരുമിച്ച് കൂടി ആഘോഷം. എന്നാൽ അനുദിന ജീവിതം അത്ര ആഘോഷമാണോ? അല്ലെന്ന്. ആരംഭം ആഘോഷമാണ്. വാദ്യമേളങ്ങളുണ്ട്, നിങ്ങളുടെ മുഖങ്ങൾ ഒപ്പിയെടുക്കാൻ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്, നിങ്ങളെ അനുമോദിക്കാൻ നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരുമുണ്ട്. എന്നാൽ പിന്നീട് അങ്ങ് നടന്ന ചുവടുവയ്പ്പുകൾ, ആ ചുവടുവയ്പ്പ് റോസാദലങ്ങളുടെ മുകളിലൂടെയല്ല, മറിച്ച് മുള്ളുകൾ ചവിട്ടി തന്നെയാ മുമ്പോട്ട് നീങ്ങുന്നത്. ആരംഭം ആഘോഷമാണ്, പക്ഷേ ആ ആരംഭത്തിൽ അവസാനിക്കേണ്ടതല്ല നിന്റെ ജീവിതം. സ്വർഗ്ഗത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഡിസംബർ 25 അവസാനിക്കേണ്ടത്, മറിച്ച് 26 നീ മറക്കരുത്. കാരണം യേശുവിൻ്റെ ജനനത്തിനു വേണ്ടി അത്രമേൽ ഒരുങ്ങുമ്പോൾ നീ തിരിച്ചറിയണം, ആ ജനനം നിന്നെ പഠിപ്പിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. അതാണ് 26 എത്തുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ മരണത്തെ നമ്മുടെ മുമ്പിൽ പഠിപ്പിച്ചുകൊണ്ടാണ് തിരുസഭ പറയുന്നത് അതാണ് യഥാർത്ഥത്തിലുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ വേദനയുടെ, സഹനത്തിന്റെ ജീവിതം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എൻ്റെ പുത്തൻ കുർബാന നടന്ന ദിവസം എൻ്റെ ദേശം ചേർത്തലയ്ക്കടുത്ത് കോക്കമംഗലം എന്ന് പറയുന്നൊരു ദേവാലയം തോമാസ് ലീഗ സ്ഥാപിച്ച പുണ്യഭൂമിയാണ്. ആ ദേവാലയത്തിൽ എന്നെ സ്നേഹിക്കുന്നവരും ഇടവകക്കാരും നാട്ടുകാരും ബന്ധുജനങ്ങളും, ഞാൻ മിനിസ്ട്രിയിൽ ഞാൻ ചില ഇടവകളിലൊക്കെ സഹായിക്കാൻ പോയിരുന്നു, അവിടെ നിന്നുള്ള വിദ്യാർത്ഥികളും ഇടവകക്കാരൊക്കെ വന്നിരുന്നു. വലിയൊരു ജനക്കൂട്ടം. എന്ത് രസമായിരുന്നെന്നറിയോ? പുത്തൻ കുർബാന സ്വീകരിച്ച് നിൽക്കുന്ന സമയം. നിങ്ങൾ അങ്ങനെ പങ്കെടുത്തിട്ടുണ്ടോ? ഓർഡിനേഷൻ പങ്കെടുത്തിട്ടുണ്ടോ? അന്ന് ഈ പുത്തൻ കുർബാനയിൽ എല്ലാവരുടെ ശ്രദ്ധ എങ്ങോട്ടേക്കാ? ആ ഡീക്കനായിരുന്ന ഷമ്മാസനായിരുന്ന ഇദ്ദേഹം പുത്തൻ കുർബാന ചൊല്ലി വൈദികനായി. ഈ കുർബാനയൊക്കെ അർപ്പിച്ചതിന് ശേഷം ഒരു മനോഹരമായ ചടങ്ങുണ്ട്. അതെന്നാന്നറിയോ? നവവൈദികൻ മുമ്പിൽ വന്ന് കരങ്ങളിങ്ങനെ തുറന്നു നിൽക്കുമ്പോൾ ജനമിങ്ങനെ വന്ന് വൈദികന്റെ കൈമുത്തി ആശീർവാദം സ്വീകരിച്ച് കടന്നുപോകും. ഓ, അങ്ങനെ നിൽക്കണ സമയത്ത് എൻ്റെ സന്തോഷം കാണണമായിരുന്നു. കാരണം ഈ ഭൂമിയിൽ എന്നെ പരിചയമുള്ള, എന്നെ സ്നേഹിക്കുന്ന ഒത്തിരി പേര് എൻ്റെ അടുക്കൽ വന്ന് ആശീർവാദമൊക്കെ സ്വീകരിച്ച് പ്രാർത്ഥനകളൊക്കെ പങ്കുവച്ച് സന്തോഷം, അങ്ങനെ വലിയ സന്തോഷം. അപ്പോൾ ഓഡിറ്റോറിയത്തിൽ ഭക്ഷണം ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. ഇവിടെ കൈമുത്തൽ ചടങ്ങ് കഴിഞ്ഞു, അവിടെ ഭക്ഷണം, അവിടെ സ്വീകരണമുണ്ട്, അവിടെ ഇടവക സ്വീകരണം. അപ്പോൾ ആരോ വന്ന് പറഞ്ഞു, ബ്രദർ അച്ഛാ വാ, ഇനി പെട്ടെന്ന് ഉടുപ്പൊക്കെ മാറി സ്വീകരണം ഏറ്റുവാങ്ങാൻ വാ. ഞാൻ അങ്ങനെ സങ്കീർത്തിയിലോട്ട് ചെന്നു, സാക്രിസ്റ്റി സങ്കീർത്തിയിൽ ചെന്ന് ഞാനിങ്ങനെ എൻ്റെ ഉടുപ്പ് മാറുന്നു. സങ്കീർത്തിയിൽ ആരുമില്ല, പള്ളിക്കകത്ത് നിറച്ചാള്, സങ്കീർത്തിയിൽ ആരുമില്ല. ഞാൻ അവിടെ ചെന്ന് ഉടുപ്പ് മാറുമ്പോൾ എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെയുള്ള ഒരു വൈദികൻ എൻ്റെ അടുക്കലേക്ക് വന്നു. എന്നിട്ട് അദ്ദേഹം എനിക്ക് അന്ത്യ അത്താഴത്തിൻ്റെ ഒരു ചിത്രമുള്ള ഒരു ഫലകം എനിക്ക് സമ്മാനിച്ചു. എന്നിട്ട് അതിൻ്റെ പുറകുവശത്ത് എഴുതി വച്ചിരിക്കുന്നത് എന്നെ കാണിച്ചു തന്നു. ഇനിയുള്ള നിന്റെ ജീവിതങ്ങളിൽ ഈ അന്ത്യ അത്താഴം മാത്രം കൂട്ടിന്. ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്.
ഇനിയുള്ള നിന്റെ ജീവിതത്തിൽ ഈ അന്ത്യ അത്താഴം മാത്രം കൂട്ടിന്. ഈ പറഞ്ഞ വൈദികൻ പിന്നീട് ഒരു അപകടത്തിലൊക്കെ മരിച്ചു. ഫാദർ ചെറിയാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. വലിയ പ്രായമൊന്നും ഇല്ലായിരുന്നു. ചെറിയാൻ നേരെ വീട്ടിൽ. ഇദ്ദേഹം ഇതുകൊണ്ട് സമ്മാനിച്ചിട്ട് എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, എടാ, നീ അൾത്താരയിൽ നിന്ന് കണ്ട ജനമുണ്ടല്ലോ, അതവിടെ മാത്രമേ ഉള്ളൂ. ഇനി നീ ഒറ്റയ്ക്കാ. ഇനി നിന്റെ ജീവിതം മുന്നോട്ട് നീങ്ങുന്നത് ഒറ്റയ്ക്കാ. നീ ഇപ്പം ധരിച്ചിരിക്കുന്ന ഈ കുർബാനക്കുപ്പായം മാത്രമേ നിന്റെ കൂടെ ഉണ്ടാവുള്ളൂ, ആരും കൂടെ ഉണ്ടാവില്ല. അന്ന് ആ വൈദികൻ എന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇതൊക്കെ പറഞ്ഞപ്പോൾ അതിൻ്റെ അർത്ഥം അത്രമേൽ എനിക്ക് മനസ്സിലായില്ലെങ്കിലും പൗരോഹിത്യ ജീവിതത്തിൻ്റെ വഴിയിൽ പിന്നെ അങ്ങോട്ട് മുന്നോട്ട് പോയപ്പോൾ കൃത്യം വ്യക്തമായി നമ്മുടെ ഉള്ളിൽ അത് മനസ്സിലാക്കപ്പെട്ടു. ചില അനുഭവങ്ങളിലൂടെ കടന്നു പോയപ്പോൾ, അല്ലേ, ജീവിതത്തിൽ അങ്ങനെ മുന്നോട്ട് നീങ്ങുമ്പോൾ ചില രാത്രികളിൽ വല്ലാതെ മരവിച്ചിരിക്കുന്ന സമയത്തൊക്കെ ആ വൈദികൻ പറഞ്ഞ കാര്യം ഞാനിങ്ങനെ ഓർക്കും. എന്താണെന്നറിയോ? ഇനിയുള്ള നിന്റെ ജീവിതത്തിൽ ആഘോഷമൊന്നുമല്ല, മറിച്ച് നീ ഒറ്റയ്ക്കായിരിക്കും. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞു കൊടുത്തേ, നീ ഒറ്റയ്ക്കായിരിക്കും. പറഞ്ഞു കൊടുത്തേ. ഹല്ലേലൂയാ. കല്യാണം കഴിച്ചവരാണ്, ജീവിത പങ്കാളിയുണ്ട്, മക്കളുണ്ട്, മാതാപിതാക്കളുണ്ട്. എന്നാൽ നീ ഓർത്തോ, നിന്റെ ജീവിതത്തിൽ നീ ഒറ്റയ്ക്കാ. നിന്റെ ജീവിതത്തിലെ ഈ കടന്നു പോകുന്ന അനുഭവങ്ങളിൽ നീ ഒറ്റയ്ക്കാണ്. ഈ അനുഭവങ്ങളെ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നീ വല്ലാണ്ട് വിഷമിച്ചു പോകും. ഡിസംബർ 25 വേണ്ടി നമ്മൾ ഒരുങ്ങി പ്രാർത്ഥിക്കുമ്പോൾ ഈ ഒരുക്കം, ആഘോഷം, ദീപാലങ്കാരം, നക്ഷത്രങ്ങളിടുന്നത് എല്ലാം നല്ലതിന്. എന്നാൽ ഓർക്കണം, 26 നമ്മൾ മറക്കരുത്. കാരണം അന്നേ ദിവസം കത്തോലിക്ക തിരുസഭ പെർഫെക്റ്റ് മാറ്റിടമെന്നാണ് സ്റ്റീഫന്റെ രക്തസാക്ഷിത്വത്തെക്കുറിച്ച് ചരിത്രകാരനായ ജോസഫീസ് പറഞ്ഞു വച്ചിരിക്കുന്നത്. പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ യേശു മരിച്ചതുപോലെ തന്നെ മരിച്ച ഒരുവൻ. ഏകദേശം ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ യേശുവിൻ്റെ പ്രായം 33, സ്റ്റെഫാനോസ്, സ്റ്റീഫൻ, സ്റ്റീഫന്റെ പ്രായവും 33 വയസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലരൊക്കെ പറയത്തില്ലേ, 3 വർഷം കൊണ്ട് എന്ത് ചെയ്യാനാ? ഇനി എന്നാ ചെയ്യാനാ? യേശു വെറും 3 വർഷം കൊണ്ട് ചരിത്രം മാറ്റി എഴുതി. സ്റ്റെഫാനോസിനെ കുറിച്ച്, സ്റ്റീഫനെ കുറിച്ച് നിങ്ങൾ ബൈബിൾ വായിച്ചാൽ അധികം ഒന്നും കാണത്തില്ല. എന്നാൽ കാണുന്നത് എവിടെയാണെന്നറിയോ? അപ്പസ്തോല പ്രവർത്തനം അതിൻ്റെ 7-ാം അധ്യായം. 7-ാം അധ്യായത്തിൽ സ്റ്റീഫന്റെ ഒരു പ്രസംഗമുണ്ട്. സമയം കിട്ടിയാൽ ഈ ദിവസങ്ങളിൽ ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുമ്പോൾ ഒന്ന് വായിച്ചു ധ്യാനിക്കണേ. സ്റ്റീഫന്റെ പ്രസംഗം, അതിസുന്ദരമായ പ്രസംഗം. വിശുദ്ധ സ്റ്റീഫൻ കൃത്യമായിട്ട് ആദ്യകാല ചരിത്രം തൊട്ടിങ്ങനെ പഠിപ്പിക്കും. ആ ഒറ്റ പ്രസംഗത്തിൽ തിരുസഭയുടെ വളർച്ചയെക്കുറിച്ച് പഠിപ്പിക്കുന്നത്. ആ ഒറ്റ പ്രസംഗത്തിൽ ആദിമ മാതാപിതാക്കളുടെ വിശ്വാസം തൊട്ട് തലമുറയായി കടന്നു വന്ന വിശ്വാസ അനുഭവങ്ങളെ കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞ് യേശുവിൽ അങ്ങ് എത്തിച്ചു ചേർക്കും. പ്രിയപ്പെട്ടവരെ, വളരെ സുന്ദരമായൊരു പ്രസംഗം. വിശുദ്ധ സ്റ്റീഫൻ 33 വയസ്സേ ഉള്ളൂ. ഈ 33 വയസ്സിൽ ഈ മനുഷ്യൻ കൊല്ലപ്പെട്ടത് എങ്ങനെയാ കൊല്ലപ്പെട്ടെ? അന്തസ്സുള്ള കൊലപാതകമൊന്നും അല്ലല്ലോ, അല്ലേ? യേശു മരിച്ചതുപോലെ ആ നാട്ടിലെ ഏറ്റവും അപമാനിക്കപ്പെട്ട ഒരു മരണമായിരുന്നു കുരിശുമരണം. അത്രത്തോളം അപമാനിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കുരിശുമരണം നടത്തിയത്. സ്റ്റീഫൻ കല്ലെറിഞ്ഞു കൊല്ലപ്പെട്ടു. എങ്ങനെ കൊല്ലപ്പെട്ടു? കല്ലെറിഞ്ഞു കൊല്ലപ്പെട്ടു. ഹല്ലേലൂയാ. സ്വർഗ്ഗത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഒന്ന് വായിച്ചൊന്ന് ധ്യാനിച്ചേ. അപ്പസ്തോല പ്രവർത്തനം 7-ാം അധ്യായം 54-ാം തിരുവചനം. വായിച്ചോ. അവർ ഇത് കേട്ടപ്പോൾ അവന്റെ നേരെ കോപാക്രാന്തരായി പല്ല് കടിച്ചു. അതായത് യേശുവിന് വേണ്ടി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഓർക്കണം, നിനക്കെതിരെ പലരും പല്ല് കടിക്കും. നിനക്കെതിരെ പലരും കോപാക്രാന്തരാവും. നിനക്കെതിരെ പലരും പല രീതികളിൽ വരും. പ്രൈസ് ദി ലോർഡ്.
ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഹല്ലേലൂയ. യേശുവിന് വേണ്ടി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുവൻ ഇത് തിരിച്ചറിഞ്ഞിരിക്കണം. പട്ടുമത്ത പ്രതീക്ഷിക്കണ്ട. നീ നടന്നു പോകുമ്പോൾ മുഴുവൻ റോസാദലങ്ങളിൽ ചവിട്ടി നടക്കും, പ്രതീക്ഷിക്കണ്ട. നിന്റെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ അമർഷം, മറ്റുള്ളവർ കോപാക്രാന്തരാവും, മറ്റുള്ളവർ നിന്നെ നോക്കി പല്ല് കടിക്കും. അടുത്തിരിക്കുന്ന ആളോട് പറ, മറ്റുള്ളവർ നിനക്കെതിരെ പല്ല് കടിക്കും. ചിലർക്കിത് പറയുമ്പോൾ നന്നായി മനസ്സിലാവും. ഉണ്ടച്ചോ, എൻ്റെ ജീവിതം അങ്ങനെയാച്ചാ, മറ്റുള്ളവർ എനിക്കെതിരെ പല്ല് കടിക്കുന്നു എന്ന് പറഞ്ഞ അർത്ഥം എന്താ? പല്ല് കടിക്കുന്നു എന്ന് പറഞ്ഞ അർത്ഥം എന്താ? എതിർപ്പ്. അവര് നിനക്കെതിരെ ഇങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ പല്ല് കടിച്ച് അവരുടെ ദേഷ്യം. അടുത്ത വചനം ഒന്ന് വായിച്ചേ. എന്നാൽ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തിന്റെ മഹത്വം ദർശിച്ചു. ദൈവത്തിന്റെ മഹത്വം ദർശിച്ചു. ദൈവത്തിന്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. അടുത്ത വചനം. അവൻ പറഞ്ഞു ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ സ്റ്റീഫൻ പറയാണ്, കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുമ്പോൾ മറ്റുള്ളവർ ഈ മനുഷ്യനെതിരെ പല്ലിറമ്മുമ്പോൾ, അമർഷം ഇങ്ങനെ പ്രകടിപ്പിക്കുമ്പോൾ സ്റ്റീഫൻ എന്താ കണ്ടേ? സ്റ്റീഫൻ കണ്ടത് സ്വർഗം തുറക്കുന്നതാണ് കണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്റ്റീഫൻ കണ്ടത് എന്താണ്? തൻ്റെ മുമ്പിൽ സ്വർഗം തുറക്കുന്നത് കണ്ടു. എനിക്കിഷ്ടപ്പെട്ട ഒരു വിശുദ്ധൻ, വിശുദ്ധ സെബസ്ത്യാനോസ്. നമുക്ക് അനേകരെ വിശുദ്ധരെ ഇഷ്ടമാണെങ്കിലും എനിക്ക് വിശുദ്ധ സെബസ്ത്യാനോസിനെ വലിയ ഇഷ്ടമാണ്. കാരണം എനിക്ക് അദ്ദേഹത്തിൻ്റെ നിൽപ്പാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അല്ലേ? ജനുവരി മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെയൊക്കെ ഇടവകളിൽ സെബസ്ത്യാനോസിൻ്റെ തിരുനാൾ വലിയ കെങ്കേമമായിട്ട് ആഘോഷിക്കുമല്ലോ. ആ രൂപമൊക്കെ പിടിച്ചുകൊണ്ട് നമ്മൾ നടക്കും. എന്താ മിസ്റ്റർ സെബസ്ത്യാനോസിൻ്റെ രൂപത്തിൻ്റെ പ്രത്യേകത ഒന്ന് പറഞ്ഞേ. നിങ്ങൾ കണ്ടിട്ടില്ലേ? എന്താ അതിൻ്റെ പ്രത്യേകത? എന്താ അതിൻ്റെ പ്രത്യേകത? മറ്റ് വിശുദ്ധരെ അപേക്ഷിച്ച് എന്താ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ രൂപത്തിൻ്റെ പ്രത്യേകത? അതിൻ്റെ പ്രത്യേകതയുണ്ട്. വേറെ പല പല പ്രത്യേകതകളുണ്ട് അല്ലേ? ചിലർ ചിന്തിക്കുന്നത് മറ്റ് വിശുദ്ധരെ വെച്ച് നോക്കിയാൽ ചാവറ പിതാവും സെബസ്ത്യാനോസും അത് ശരിയാ, വിശുദ്ധ സെബസ്ത്യാനോസ് ഷർട്ട് ഇട്ടിട്ടില്ല. ആണോ? അദ്ദേഹം തുണി ഉടുത്തിട്ടില്ല, അതാണോ? ചാവറ പിതാവ് തുണിയൊക്കെ ഉടുത്താണല്ലോ. ചിലരങ്ങനെയൊക്കെ ചിന്തിക്കും. വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ നിപ്പ് കാണണം. ഈ എന്നാ നിപ്പ അല്ലേ? നമുക്ക് വീണ്ടും ഒന്നും കൂടെ നോക്കാൻ തോന്നും. നമ്മുടെയൊക്കെ മുമ്പിലുള്ള സാധാരണപ്പെട്ട വിശുദ്ധരെയൊക്കെ അവരിങ്ങനെ നിൽക്കുമ്പോൾ കൈയും കൂപ്പിയല്ലേ എല്ലാ വിശുദ്ധരും തന്നെ നിൽക്കുന്നത്. നമ്മുടെ ചിത്രങ്ങളൊക്കെ കണ്ടിട്ടില്ലേ, രൂപങ്ങൾ. നമുക്ക് അവരെ കാണുമ്പോഴത്തേക്ക് അയ്യോ പാവം തോന്നും. എന്നാൽ വിശുദ്ധ സെബസ്ത്യാനോസിനെ നോക്കണം. നിൽക്കണം, നിപ്പ് കാണണം. എങ്ങനെ നിൽക്കണേ? ആ കൈ ഇങ്ങനെ ഒരെണ്ണം പുറകോട്ട് ഒരെണ്ണം മുകളിലും കെട്ടി നെഞ്ച് വിരിച്ചാ നിൽക്കുന്നേ. നെഞ്ച് വിരിച്ചാ നിൽക്കുന്ന പെർഫെക്റ്റ് രക്തസാക്ഷിത്വം. നെഞ്ച് വിരിച്ചാ നിൽക്കുന്ന ആ നിപ്പ് കാണുമ്പോ തന്നെ എന്നാ ലുക്കാ അല്ലേ? ഇന്നത്തെ ന്യൂജൻകാരാണെങ്കിൽ പറയും നോക്ക് 6 പാക്കാന്നൊക്കെ പറയും. അതായത് ആ നിൽക്കണ നിപ്പ് കാണണം. വിശുദ്ധ സെബസ്ത്യാനോസിന്റെ നിപ്പ് എന്നെ ആകർഷിച്ച എന്താണെന്നറിയോ? നിങ്ങൾ അടുത്ത പ്രാവശ്യം വിശുദ്ധ സെബസ്ത്യാനോസിന്റെ രൂപം കാണുമ്പോൾ ഒന്നും കൂടെ നോക്കണം. എങ്ങോട്ടാണെന്നറിയോ? അദ്ദേഹത്തിന്റെ കണ്ണുകളിലേക്ക്. ഞാൻ കണ്ട മിക്കവാറും ചിത്രങ്ങളിൽ ഈ സെബസ്ത്യാനോസിന്റെ നിപ്പ്, ഈ കണ്ണുണ്ടല്ലോ, കണ്ണ് മുമ്പോട്ട് എന്തോ കണ്ടതുപോലെ പ്രകാശിച്ചു നിൽക്കുന്നു. ഞാൻ പലതവണ ചിന്തിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് ദൈവമേ ഒരു മനുഷ്യന് ഇങ്ങനെ മുമ്പിൽ എന്തോ കണ്ട് പ്രകാശിച്ചു നിൽക്കാൻ പറ്റുന്നത്? നെഞ്ചിൽ അമ്പുകൾ ഏറ്റുവാങ്ങുമ്പോൾ ചോര വാർന്നൊരു മനുഷ്യൻ മരിക്കുമ്പോൾ എന്തോ കണ്ടെന്ന പോലെ മുമ്പോട്ട് നോക്കി ഇങ്ങനെ പ്രകാശിച്ചു നിൽക്കുന്നു. അതിൻ്റെ ഉത്തരം കിട്ടിയത് എവിടെയാണെന്നറിയോ? സ്റ്റീഫൻ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുന്ന സമയം സ്റ്റീഫൻ മുകളിലേക്ക് നോക്കിയപ്പോൾ സ്വർഗം പൊട്ടിവിടർന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ?
സഹിക്കുന്നവന്റെ മുമ്പിൽ സ്വർഗം പൊട്ടി വിടരും. പറഞ്ഞേ, സഹിക്കുന്നവന്റെ മുമ്പിൽ, എല്ലാവരുടെ മുമ്പിലല്ല, സഹിക്കുന്നവന്റെ മുമ്പിൽ സ്വർഗം പൊട്ടി വിടരും. പറഞ്ഞേ, സഹിക്കുന്നവന്റെ മുമ്പിൽ സ്വർഗം പൊട്ടി വിടരുമെന്ന്. ഇതൊരു വ്യക്തിയുടെ മാത്രം ജീവിതത്തിലല്ല. എന്നെ കേൾക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കണം. നിന്റെ ജീവിതത്തിൽ ഇന്ന് നീ ഏതെങ്കിലും മേഖലകളിൽ സഹിക്കുന്നുണ്ടെങ്കിൽ ആ വിഷയത്തിൽ ദൈവം നിനക്ക് നൽകുന്ന ഉത്തരം എന്തെന്നറിയോ? നിന്റെ മുമ്പിൽ സ്വർഗം പൊട്ടിവിടരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന അനേകർ ജീവിതത്തിൽ ചിന്തിക്കുന്നുണ്ട്, അന്യായമായി ഞാൻ സഹിക്കുന്നു, എൻ്റെ വീട്ടിൽ ഞാൻ മാത്രം സഹിക്കുന്നു, എൻ്റെ കൂട്ടത്തിലുള്ളവരൊക്കെ സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ ഞാൻ മാത്രം സഹിക്കുന്നു. എന്തേ ഇങ്ങനെ? എന്തേ ഇങ്ങനെ? എന്തുകൊണ്ട് ദൈവമേ ഈ ഒരു പ്രശ്നം? എന്തുകൊണ്ട് ദൈവമേ ഈ ഒരു രോഗം? പ്രതീക്ഷിച്ചില്ല. കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് ഡൽഹി ദേശത്ത് നിന്നാണ് വിളിച്ചത്. ആ സുഹൃത്തിന് ആശുപത്രി ചെന്നൊരു പരിശോധനയൊക്കെ കഴിഞ്ഞപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു ക്യാൻസർ രോഗം. വാവിട്ട് നിലവിളിച്ചുകൊണ്ട് ഫോൺ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞ ചോദ്യം, അച്ഛാ വലിയ പ്രായമൊന്നും ഇല്ലല്ലോ എനിക്ക്, ഇതെന്താ അച്ഛാ എനിക്ക് ഈ രോഗം? അച്ഛാ അതിന് മാത്രം തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എനിക്കെന്താ ഈ രോഗം? എൻ്റെ ജീവിതം തീർന്നോ? എൻ്റെ പ്രിയപ്പെട്ടവർ, ഇത് ഒറ്റപ്പെട്ട ചോദ്യമല്ല, എന്നെ കേൾക്കുന്ന അനേകരുടെ ചോദ്യം. ഒരു തെറ്റും ചെയ്യാതിരുന്നിട്ടും നമ്മൾ ചില കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, വിഷമങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഓർക്കണം, സഹിക്കുന്നവന്റെ മുമ്പിൽ സ്വർഗം പൊട്ടിവിടരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്റ്റീഫൻ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠമാണ്. കല്ലെറിയുന്നു മറ്റുള്ളവർ കല്ലെറിയുന്നു. നമ്മളാണെങ്കിൽ എന്ത് ചെയ്തേനെ? എറിയുന്ന കല്ലിൽ ഒരെണ്ണമെങ്കിലും തിരിച്ചു കൊടുക്കാൻ നോക്കും അല്ലേ? മൊത്തം ഒന്നും തിരിച്ചറിയാൻ പറ്റിയല്ലെങ്കിലും ഒരെണ്ണമെങ്കിലും തിരിച്ചറിഞ്ഞ് എറിഞ്ഞവന്റെ തലമണ്ടക്കിട്ട് ഒരെണ്ണമെങ്കിലും കൊടുത്തെങ്കിലും നമുക്കൊരു സമാധാനം ഉണ്ടാവും. എന്നാൽ സ്റ്റീഫൻ ചെയ്ത പ്രവൃത്തി എന്താ? തന്നെ കല്ലെറിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച മനുഷ്യൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വായിച്ച് മുന്നോട്ട് നീങ്ങുമ്പോൾ അതിന്റെ 39ാമത്തെ വചനം ഒന്ന് വായിച്ചേ. 59ാമത്തെ വചനം. അനന്തരം അവർ സ്റ്റെഫാനോസിനെ കല്ലെറിഞ്ഞു. അപ്പോൾ അവൻ പ്രാർത്ഥിച്ചു, കർത്താവായ ദൈവമേ, എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ. അവൻ മുട്ടുകുത്തി വലിയ സ്വരത്തിൽ അപേക്ഷിച്ചു, കർത്താവേ, ഈ പാപം അവരുടെ മേൽ ആരോപിക്കരുത്. 2 കരങ്ങൾ ഉയർത്തിക്കേ, നന്നായിട്ട് ഉയർത്തിപ്പിടിച്ചേ, നിവർത്തി ഉയർത്തിപ്പിടിച്ചേ. ഒന്ന് കണ്ണടച്ചേ. നിന്റെ ജീവിതത്തിൽ നിന്നെ കല്ലെറിയുന്നവരൊത്തിരി പേരുണ്ട്. കണ്ണടച്ചാൽ ചില മുഖങ്ങൾ ദൈവം നിന്റെ മുമ്പിൽ തെളിച്ചു തരും. നിന്നെ കല്ലെറിയുന്നവർ, നിനക്കെതിരെ കോപാക്രാന്തരായി അമർഷം പൂണ്ടവർ, നിനക്കെതിരെ പല്ലിറുമുന്നവർ, നിന്റെ നാശം കാണാൻ ആഗ്രഹിക്കുന്നവർ, നിന്റെ സ്വസ്ഥത നശിപ്പിക്കുന്നവർ, നിസാരപ്പെട്ട കാര്യത്തിന് പോലും നിന്നെ കുറ്റപ്പെടുത്തുന്നവർ, നിന്നെ പുറകോട്ട് വലിക്കുന്നവർ, നിന്റെ ജീവിതത്തിൽ ഇന്നലകളിലെ പല വഴികളിലും നിന്നെ നശിപ്പിക്കാൻ ശ്രമിച്ചവർ, അങ്ങനെ പലരെയും 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുമ്പോൾ നീ മനസ്സിൽ കാണണം, സ്റ്റീഫൻ പ്രാർത്ഥിച്ചതുപോലെ നീയും പ്രാർത്ഥിക്കണം. ഒരുപക്ഷെ നീ ചിന്തിക്കും, അന്യായമായിട്ടാണല്ലോ ഞാൻ സഹിക്കുന്നത്, ഞാനൊരു തെറ്റും ചെയ്തില്ലല്ലോ, എന്നിട്ടും എന്തേ ഞാൻ ഇങ്ങനെ സഹിക്കുന്നു? കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്റ്റീഫൻ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കണം. ഉച്ചത്തിൽ പറഞ്ഞേ, കർത്താവേ, ഉച്ചത്തിൽ പറ, കർത്താവേ, ഈ പാപം അവരുടെ മേൽ ആരോപിക്കല്ലേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈകൾ താഴ്ത്തിക്കേ. സ്റ്റീഫൻ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കണം. ആര് പ്രാർത്ഥിച്ചതുപോലെ? സ്റ്റീഫൻ പ്രാർത്ഥിച്ചതുപോലെ. ഈ പ്രാർത്ഥന ഇതിനു മുമ്പ് ആരാ പ്രാർത്ഥിച്ചേ? കുരിശേൽ കിടന്നുകൊണ്ട് ഈശോ പ്രാർത്ഥിച്ചു. അതുകൊണ്ടാണ് സ്റ്റീഫന്റെ മരണം പെർഫെക്റ്റ് മാർട്ടിഡം, യേശു മരിച്ചതുപോലെ എന്ന് പറഞ്ഞത്. കാരണം യേശുവിന് 33 വയസ്സ് എന്നതുപോലെ സ്റ്റീഫന് 33 വയസ്സിന്റെ ചോരത്തിളപ്പിൽ നിൽക്കുമ്പോൾ ഒരൊറ്റ പ്രസംഗത്തോടുകൂടെ ആദിമ ക്രൈസ്തവ ചരിത്രത്തിന്റെ വഴിമരുന്നിട്ട മനുഷ്യൻ. അവിടുന്നാണ് പിന്നീട് ചരിത്രം ആരംഭിക്കുന്നത്, കത്തോലിക്ക സഭയുടെ ജ്വലനം വരുന്നത്. പിന്നീട് നിങ്ങൾ വായിച്ചു പോയാൽ 8ാം അധ്യായം തൊട്ട് കാണാം,
സ്റ്റീഫന്റെ മരണത്തോടുകൂടെ സഭ ചിതറിക്കപ്പെട്ട ഓരോരുത്തരും ചെല്ലുന്ന സ്ഥലങ്ങളിൽ അവിടെ യേശുവിനെ കുറിച്ച് പറഞ്ഞു. അങ്ങനെയാണ് തിരുസഭയിൽ ഇപ്രകാരം വലിയ ഒരു മുന്നേറ്റമുണ്ടായത്. പ്രിയപ്പെട്ടവരെ, സ്റ്റീഫന്റെ മരണം നമ്മളെ പഠിപ്പിക്കുന്നതാണ്, നിന്റെ സഹനം ഇത് വെറുതെ ആവില്ല. ഈ സഹനം തലമുറയായി ഒരു അനുഗ്രഹമായിട്ട് മാറും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നിന്റെ ഇന്നത്തെ സഹനം അത് നീ സഹിച്ച് തീരുന്നല്ലവൻ, മറിച്ച് ഈ സഹനം നീ അത് കാഴ്ചവെക്കണം അടുത്ത തലമുറകൾക്ക്. നിന്നിലൂടെ അനേകർക്ക് അത്ഭുതകരമായ ദൈവിക ഇടപെടലായിട്ട് മാറുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ വായിച്ച് ധ്യാനിക്കാൻ ഒരു വചനം പറയാം. അത് സങ്കീർത്തന പുസ്തകം 34-ാം അധ്യായം 5-ാം തിരുവചനം. പരിചയമുള്ള വചനാണ്. സങ്കീർത്തനം 34, ബുക്ക് ഓഫ് സാം ചാപ്റ്റർ 34 വേഴ്സ് 5. 34 വേഴ്സ് 5. അതെ, അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി. കണ്ടോ, ആരെ നോക്കിയവരാ? അവിടുത്തെ നോക്കിയവരാരാണെങ്കിലും അവരെല്ലാവരും പ്രകാശിതരാകും. നിന്റെ ജീവിതത്തിലെ സഹനങ്ങളും വെച്ചുകൊണ്ട് മറ്റുള്ളവർ നിനക്കെതിരെ കല്ലെറിയുമ്പോൾ, മറ്റുള്ളവർ നിനക്കെതിരെ ഇല്ലാ കഥകൾ പറയുമ്പോൾ നീ ക്ഷീണിക്കരുത്. മറ്റുള്ളവർ നിന്നെ വിഷമിപ്പിക്കുമ്പോൾ നീ ഇട്ടിട്ട് പോകരുത്. മറിച്ച് എന്ത് ചെയ്യണം? നീ യേശുവിലേക്ക് നോക്കണം. നിനക്ക് വേണ്ടി സ്വർഗം അവിടെ പൊട്ടിവിടരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഒന്ന് ചിന്തിച്ച് നോക്കിക്കെന്ന്. നിങ്ങളുടെ ഇടവകയിലായിരിക്കാം, നിങ്ങളുടെ വീട്ടിലായിരിക്കാം, അയൽക്കൂട്ടത്തിലായിരിക്കും, കുടുംബ കൂട്ടായ്മയിലായിരിക്കും. നിങ്ങൾ ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്തു, എന്നിട്ടോ മറ്റുള്ളവർ പലരും അത് കുറ്റവും കുറവുമായിട്ട് കണ്ട് നിന്നെ നാണം കെടുത്തി, വിഷമിപ്പിച്ചു. നീ ഇപ്പൊ എന്ത് ചെയ്യുന്നു? ആ വിഷമം ഉള്ളിൽ കൊണ്ട് നടന്ന്, ഓ ഇനി ഞാൻ ഒന്നിനുമില്ലേ. ചിലരങ്ങനെയാണല്ലോ, ഇനി ഞാൻ ഒന്നിനുമില്ലേ, ഞാനായിട്ടൊന്നിനും പോകുന്നില്ലേ എന്നും പറഞ്ഞ് പുറകോട്ട് വലിയുന്നു. അല്ലേ? അങ്ങനെയല്ലേ? അങ്ങനെയാണെങ്കിൽ സ്റ്റീഫൻ പറയുന്നു, അതല്ല ശരിയായ നിലപാട്. ആ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ധൈര്യത്തോടെ മുന്നോട്ട് നീങ്ങാനുമുള്ള ശക്തി. പ്രൈസ് ദി ലോർഡ്. സൗദി പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഞാൻ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെയൊക്കെ തലയ്ക്കകത്തോടുകൂടെ അനേക സംഭവങ്ങൾ ഇങ്ങനെ കറങ്ങുന്നുണ്ടാവും. അച്ഛാ, എൻ്റെ വീട്ടിലുണ്ടായൊരു സംഭവം, എൻ്റെ ഇടവകയിലുണ്ടായൊരു സംഭവം, അല്ലേ, കുടുംബ കൂട്ടായ്മയിലുണ്ടായൊരു സംഭവം, ഇങ്ങനെ പല സംഭവങ്ങളും തലയ്ക്കകത്ത് വരും. അതെ, ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മളൊരു നല്ല കാര്യം ചെയ്തിട്ട് മറ്റുള്ളവർ കല്ലെറിഞ്ഞത്, മറ്റുള്ളവർ അമറിയത്, മറ്റുള്ളവരുടെ അമർഷം കോപാക്രാന്തരായി നമ്മളെ നശിപ്പിക്കാൻ ശ്രമിച്ചത്, നീതിങ്ങനെ തലയ്ക്കകത്ത് കൊണ്ടു നടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വചനം പഠിപ്പിക്കുന്ന എന്നാന്നറിയോ? നീ യേശുവിലേക്ക് നോക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. സങ്കീർത്തനം 34:5, ഇതാ നീ മുമ്പോട്ട് നോക്കുമ്പോൾ നിന്റെ മുഖം പ്രകാശിക്കും. വിശുദ്ധ സ്റ്റീഫൻ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുന്ന സമയം മുമ്പോട്ട് നോക്കി പ്രകാശിച്ചു. അവൻ കണ്ടു സ്വർഗം അവന്റെ മുമ്പിൽ പൊട്ടിവിടരുന്നത്. വലതുകരമുയർത്തി വെച്ചത്തി പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ എന്നതിന്റെ അർത്ഥം ദേ ഇങ്ങോട്ട് നോക്കിക്കേ. ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുമ്പോൾ നീ ഓർക്കണം, 25 അവസാനിക്കാനുള്ളതല്ല. ഡിസംബർ 25 ആഘോഷം, യേശുവിൻ്റെ ജനനം. എന്നാൽ പിന്നെ അങ്ങോട്ട് ഓരോ ചുവട് വയ്പും എന്തിലേക്കായിരുന്നു? കുരിശുമരണത്തിലേക്കായിരുന്നു. ഡിസംബർ 26-ാം തീയതി വിശുദ്ധ സ്റ്റീഫന്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നീ ഓർക്കണം, ദിസ് ഈസ് ദ റിയാലിറ്റി. ഇവിടെയാണ് എൻ്റെ ജീവിതം പുഷ്പിക്കേണ്ടത്, ഇവിടെയാണ് എൻ്റെ ജീവിതം പച്ച പിടിക്കേണ്ടത്, ഇവിടെയാണ് എൻ്റെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം. സഹനങ്ങൾ, സങ്കടങ്ങൾ വരുമ്പോൾ അസ്വസ്ഥപ്പെടാനല്ല, നീ അവ സമർപ്പിച്ച് സ്വർഗം വിടരുന്ന ഒരു അനുഭവം സ്വന്തമാക്കാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പരിചയമുള്ള ഒരു സുഹൃത്ത്, ഒരു വൈദികനാണ്. അദ്ദേഹം ഒത്തിരി സുന്ദരമായ ഗാനങ്ങളൊക്കെ എഴുതും. അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ ഒരു അനുഭവം നാളുകൾക്ക് മുമ്പ് പങ്കുവച്ചു. അദ്ദേഹത്തിന് ഏറെ പ്രിയപ്പെട്ട ഒരു ഇടവക വികാരിച്ചനാണ്, ഏറെ പ്രിയപ്പെട്ട ഒരു വീട്.
ആ വീട്ടിൽ ആ മകൻ്റെ കല്യാണം ഈ അച്ഛനാണ് പോയി നടത്തിയത്. ഭയങ്കര സന്തോഷമാണ് ആ കുടുംബത്തിന്. ആ കുടുംബത്തിൽ ചെന്ന് ആ കുടുംബത്തിൽ പന്തലൊക്കെ ഇട്ടിട്ടുണ്ട്. അവിടെ ചെന്ന് കല്യാണത്തിൻ്റെ തലേ ദിവസം അച്ഛൻ ചെന്നു. അതിനുശേഷം കല്യാണം ആശീർവദിച്ചു. ആ കുടുംബവുമായിട്ട് അങ്ങേറ്റം സ്നേഹബന്ധം. കല്യാണം കഴിഞ്ഞ് 3 ദിവസങ്ങൾ കഴിയുന്നതിന് മുമ്പ് കല്യാണ പെണ്ണുമായി വരനും വധുവും കല്യാണം കഴിഞ്ഞിട്ട് 3-ാം ദിവസം അവരൊരു വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു വാഹനാപകടത്തിൽ ഈ ഭർത്താവ് മരിച്ചു. പ്രിയപ്പെട്ടവരെ, കല്യാണ വീട്ടിലെ പന്തൽ പോലും അഴിച്ചിട്ടില്ല. ആ പന്തലിലേക്ക് ഈ ചെറുപ്പക്കാരൻ്റെ ശവസംസ്കാര ശുശ്രൂഷ നടത്താൻ വേണ്ടി വന്നത് ഇതേ വൈദികനാണ്. അച്ഛൻ കണ്ണുനീരോടെ അവിടെ ചെല്ലുമ്പോൾ ആ ശവപ്പെട്ടിയുടെ അടുക്കൽ കല്യാണം കഴിഞ്ഞിട്ട് 2 ദിവസമായിട്ടുള്ളൂ. പെണ്ണിരുന്ന് വാവിട്ട് നിലവിളിക്കുന്നുണ്ട്. വിവാഹ ജീവിതത്തിന്റെ ആദ്യത്തെ 2 ദിനങ്ങളെ കഴിഞ്ഞിട്ടുള്ളൂ. ദൈവമേ, ഇതെന്താ? അമ്മ, ചെറുക്കൻ്റെ അമ്മ അച്ഛൻ അങ്ങോട്ട് ചെല്ലുമ്പോ അച്ഛനെ കെട്ടിപ്പിടിച്ച് അച്ഛനോട് ചോദിച്ചു, അച്ഛാ, ദൈവത്തിന് കണ്ണില്ലേ ഇത് കാണാൻ? ഇതെന്താ ഇങ്ങനെ? ദൈവത്തിന് കണ്ണില്ലേ ഇത് കാണാൻ? ഇതെന്താ ഇങ്ങനെ? ചില സംഭവങ്ങൾക്ക് മുമ്പിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മളും ചോദിക്കും, ഓ, ദൈവം ഇത്ര ക്രൂരനോ? ദൈവത്തിന് കണ്ണില്ലേ കാണാൻ? ശവസംസ്കാര ശുശ്രൂഷയെല്ലാം കഴിഞ്ഞ് മുറിയിലെത്തിയിട്ട് അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഈ വൈദികന്റെ ഉള്ളിൽ ചില വരികൾ നിറഞ്ഞു. അത് അദ്ദേഹം ഒരു പാട്ടായിട്ട് രൂപപ്പെടുത്തി. ദൈവത്തിന് കണ്ണില്ലേ കാണാൻ. ഈ പാട്ടിന്റെ അവസാന വരികളിൽ ഇങ്ങനെയുണ്ട്: സ്വർഗം വിലയ്ക്ക് വാങ്ങും സ്വർണ്ണ നാണയമല്ലോ സഹനം. പ്രിയപ്പെട്ടവരെ, ഈ വൈദികൻ നമ്മുടെ ധ്യാന മന്ദിരത്തിലെ പ്രിയപ്പെട്ട ജേക്കബ് കൊരട്ടി എന്ന് പറയുന്ന ഇപ്പോൾ ഇവിടെയുള്ള ഈ സംഗീതജ്ഞന്റെ അടുക്കൽ വന്ന് ഈ വരികൾ കൊടുത്ത് എന്നിട്ട് ഇതിനൊരു സുന്ദരമായ പാട്ടാക്കി. എല്ലാവരും നിവർന്നിരുന്നേ. ഈ വരികൾ നമ്മളൊന്ന് ധ്യാനിക്കുകയാണ്. സ്വർഗം വിലയ്ക്ക് വാങ്ങും സ്വർണ്ണ നാണയമല്ലോ സഹനം. നിവർന്നിരുന്നേ. 2 കരങ്ങളും നെഞ്ചോട് ചേർക്കുക. നിന്റെ ജീവിതത്തിൽ നീയും ഇതുപോലെ കടന്നു പോകുന്ന അനേക സംഭവങ്ങളുണ്ട്. അപ്രതീക്ഷിതമായ സംഭവങ്ങൾ. ദൈവത്തിന് കണ്ണില്ലേ കാണാൻ? ദൈവമേ, നീ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു? നിന്റെ ഉള്ളിലുള്ള അനേക ചോദ്യങ്ങൾ. ഒരുപക്ഷെ ഇന്ന് നീ അനുഭവിക്കുന്ന രോഗം, അപ്രതീക്ഷിതമായിട്ട് വന്ന രോഗം. ദൈവമേ, എൻ്റെ ജീവിതം തീർന്നോ? ചില സാമ്പത്തിക കടബാധ്യതകൾ, ചില ബന്ധ തകർച്ചകൾ, അപ്രതീക്ഷിതമായിട്ട് ചിലർ നമ്മളെ ആക്രമിച്ചത്, ഒരു തെറ്റും ചെയ്യാതിരുന്നിട്ട് നമ്മൾ അനുഭവിക്കുന്ന ചില സങ്കടങ്ങൾ. മനസ്സിലതിങ്ങനെ കൊണ്ടുവാ. എന്നിട്ട് ഈശോയോട് ചോദിക്കും, ദൈവമേ, സഹനങ്ങൾ ഏറുന്ന നേരം ഒരു ചോദ്യം ഉയരുന്ന, ദൈവത്തിന് കണ്ണില്ലേ കാണാൻ? സഹനങ്ങളേറുന്ന നേരം ഒരു ചോദ്യമുയരും നിതാ, ദൈവത്തിനു കണ്ണില്ലെന്നോ എൻ്റെ സഹനങ്ങൾ കാണുന്നില്ലേ? സഹനങ്ങളേറുന്ന നേരം ഒരു ചോദ്യമുയരും നിതാ, ദൈവത്തിനു കണ്ണില്ലെന്നോ എൻ്റെ സഹനങ്ങൾ കാണുന്നില്ലേ? നിന്റെ ജീവിതത്തിൽ പല അനുഭവങ്ങളുടെ മുമ്പിൽ ചോദിച്ചിട്ടില്ലേ, ദൈവമേ, എന്തുകൊണ്ടായി ഇങ്ങനെ? പല സങ്കടങ്ങളുടെ മുമ്പിൽ ചോദ്യമായിട്ട് നമ്മൾ നിൽക്കും. ദൈവമേ, എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ? ദൈവത്തിന് കണ്ണില്ലേ കാണാൻ? ജീവിതത്തിൽ അനേക ചോദ്യങ്ങൾ. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ മാത്രമല്ല, ചുറ്റുവട്ടത്തെ അനേകരുടെ സങ്കടങ്ങളും കണ്ണുനീരും. ഓ ദൈവമേ, ഈ ചോദ്യവുമായിട്ട് ഞാൻ ഇങ്ങനെ അലയുകയാണ്. ആരെനിക്ക് ഉത്തരം നൽകും? ആരെന്നെ മനസ്സിലാക്കിപ്പിക്കും?
ഓൺലൈനൊക്കെ പങ്കെടുക്കുന്നവരെ, ദൈവത്തിന് മുമ്പിൽ നീ ഒന്ന് ധ്യാനിക്ക്. ഈ ഭൂമിയിൽ നിന്റെ കണ്ണുനീര് ആർക്ക് മനസ്സിലാകും? എന്തുകൊണ്ടാണ് ഇങ്ങനെ സഹിക്കുന്നത്? കർത്താവേ, അങ്ങയുടെ മുഖമാണ് ഞാൻ കാണുന്നത്. നിന്റെ ജീവിതത്തിന്റെ യാത്ര അത് ചെല്ലുന്നത് കുരിശിന്റെ മുമ്പില. കണ്ണുകളടച്ച് രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് നിന്റെ മുമ്പിൽ കാണാൻ പറ്റണം നിന്റെ സഹനങ്ങളും കണ്ണുനീരും എല്ലാം എത്തിച്ചേരുന്നത് കാൽവരി മലയുടെ കുരിശിന്റെ മുമ്പിലാണ്. ആ കുരിശ് നിന്നെ പഠിപ്പിക്കും. ആ കുരിശിൽ കിടക്കുന്ന 33 വയസ്സുകാരൻ നിന്നെ പഠിപ്പിക്കും. ഒരു പാപം പോലും ചെയ്യാതിരുന്നിട്ടും നിനക്ക് വേണ്ടി മരിച്ച ദൈവപുത്രൻ നിന്നെ പഠിപ്പിക്കും. നിന്റെ സഹനങ്ങൾക്ക് ഉത്തരമുണ്ട്. നിന്റെ ജീവിതത്തിന് അർത്ഥമുണ്ട്. ഇന്ന് നീ കടന്നു പോകുന്ന അനുഭവങ്ങളിൽ നീ അസ്വസ്ഥപ്പെടല്ലേ. ഈ കുരിശ് നിന്നെ പഠിപ്പിക്കും. സഹിക്കുന്നവന്റെ മുമ്പിൽ സ്വർഗം പൊട്ടിവിടരും. സഹിക്കുന്നവന്റെ മുമ്പിൽ സ്വർഗം പൊട്ടിവിടരും. സ്വർഗം വിലയ്ക്കു വാങ്ങും സ്വർണ്ണ നാണയമല്ലേ സഹനം. സ്വർഗം വിലയ്ക്ക് വാങ്ങും സ്വർണ്ണ നാണയമല്ലോ സഹനം. സ്വർഗം വിലയ്ക്കു വാങ്ങും സ്വർണ്ണ നാണയം. സ്വർണ്ണ നാണയമല്ലേ സഹനം. ചേർന്നൊന്ന് പാടിക്ക്. സ്വർഗം വിലയ്ക്ക് വാങ്ങും. സ്വർഗം വിലയ്ക്കു വാങ്ങും സ്വർണ്ണ നാണയം. സ്വർണ്ണ നാണയമല്ലേ സഹനം. സ്വർഗം വിലയ്ക്കു വാങ്ങും സ്വർണ്ണ നാണയമല്ലോ. സ്വർണ്ണ നാണയമല്ലേ സഹനം. എല്ലാവരും ചേർന്ന് പാടിക്ക്. സ്വർഗം വിലയ്ക്ക് വാങ്ങും. സ്വർഗം വിലയ്ക്കു വാങ്ങും സ്വർണ്ണ നാണയമല്ലോ. സ്വർണ്ണ നാണയമല്ലേ സഹനം. സഹനത്തിലൂടെ സഹനത്തിലൂടെ മർത്യൻ ദൈവസവിധത്തിലെത്തിയിടുമേ. സഹനത്തിലൂടെ മർത്യൻ ദൈവസവിധത്തിലെത്തും. ദൈവസവിധത്തിലെത്തിയിടുമേ. 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 രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് നിന്റെ ജീവിതത്തിൽ ഓരോ സഹനത്തെയും മനസ്സിൽ കണ്ട് വിശ്വസിക്കണം. ഈ സഹനം ഇന്നല്ലെങ്കിൽ നാളെ നിന്റെ മുമ്പിൽ സ്വർഗം വിലയ്ക്ക് വാങ്ങുന്ന ഒരു സ്വർണ്ണ നാണയമാണ്. ഒരു സഹനത്തിന്റെ മുമ്പിൽ നീ അസ്വസ്ഥപ്പെടരുത്, നീ ഭാരപ്പെടരുത്, നീ ക്ഷീണിച്ചു പോകരുത്. നിനക്കെതിരെ മറ്റുള്ളവർ പലതും പറയും, നിനക്കെതിരെ മറ്റുള്ളവർ പലതും ചെയ്യും, നിനക്കെതിരെ കല്ലുകൾ എറിയും. നീ വിശ്വസിക്കണം, ആ കല്ലുകൾ എറിയപ്പെടുമ്പോൾ സ്വർഗത്തിലേക്ക് നോക്കി സ്വർഗം നിനക്ക് പൊട്ടിവിടരുന്നത് കാണാൻ പറ്റും. എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, കരങ്ങൾ ഉയർത്തി സ്വർഗീയമായ ദർശനം നിന്റെ മുമ്പിൽ വിടരട്ടെ. അവനെ നോക്കിയവർ പ്രകാശിതരായി. ഈ വചനത്തിന്റെ ശക്തി നിന്റെ മേൽ നിറയട്ടെ. സ്റ്റെഫാനോസ് പ്രാർത്ഥിച്ചതുപോലെ ഈ സമയം നീയും പ്രാർത്ഥിക്കട്ടെ. ദൈവമേ, എന്നെ കല്ലെറിയുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓ ദൈവമേ, ഞാൻ കടന്നു പോകുന്ന സഹനങ്ങൾ എന്റെ മുമ്പിൽ ഒരു സ്വർഗം പൊട്ടിവിടരുന്ന അനുഭവമാവട്ടെ. എന്റെ പ്രിയരെ, കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കണ്ണുനീരോടെ വിളിക്കട്ടെ. യേശുവേ എന്ന് വിളിക്കട്ടെ. ഈ സമയം പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരുടെ മേലും സ്വർഗീയമായ ശക്തി വന്ന് നിറയപ്പെടട്ടെ. എന്റെ പ്രിയരെ, ഈ സമയം പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരുടെ മേലും സഹിക്കുന്ന കിടപ്പ് രോഗികൾ, മാനസിക ഭാരം അനുഭവിക്കുന്നവര്, കുടുംബങ്ങൾ ഓൺലൈനിൽ ഇരുന്ന് കാണുന്നവരും, ചുരുക്കം ചിലരെങ്കിലും എന്റെ ജീവിതത്തിലെ സഹനം എന്റെ ജീവിതത്തിന്റെ പാപം കൊണ്ടാണെന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഈ സമയം നിന്റെ പാപമേഖലകൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ. നിന്റെ സഹനത്തെ കർത്താവ് വിശുദ്ധീകരിക്കട്ടെ. ഇതായി ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരുടെ മേലും ദൈവത്തിന്റെ ആത്മാവ് അത്ഭുതകരമായിട്ട് വിടരട്ടെ. ഓ സ്വർഗം വിലയ്ക്ക് വാങ്ങും സ്വർണ്ണ നാണയമല്ലോ സഹനം. ആരാധന 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 കർത്താവേ, ആരാധന കർത്താവേ, ആരാധന കർത്താവേ, ആരാധന പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ. Praise the Lord. Hallelujah. Hallelujah. സ്വർഗം വിലയ്ക്ക് വാങ്ങും സ്വർണ്ണ നാണയമല്ലോ സഹനം. പറഞ്ഞേ, സ്വർഗം വിലയ്ക്ക് വാങ്ങും
സ്വർണ്ണ നാണയമല്ലോ സഹനം. ഡിസംബർ 25 വേണ്ടി ഒരുങ്ങുമ്പോൾ ഡിസംബർ 26 മറക്കരുത്. നിന്റെ ജീവിതം ആഘോഷത്തിലല്ല, മറിച്ച് പിന്നെ മുന്നോട്ട് നീങ്ങുമ്പോൾ അത് മുള്ളു നിറഞ്ഞതാണ്, സഹനങ്ങൾ നിറഞ്ഞതാണ്. ആഘോഷത്തിൽ അവസാനിക്കാനുള്ളതല്ല. ജനനം എപ്പോഴും ആഘോഷമാണ്, എന്നാൽ പിന്നീട് കുരിശുമരണമാണ്, സഹനമാണ്. സ്വർഗം വിലയ്ക്ക് വാങ്ങും സ്വർണ്ണ നാണയമല്ലോ സഹനം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ.